lecture we will discuss about the ligaments, membranes and muscles of larynx. Okay. So already we know the larynx, it is the voice box. So it is located in the anterior neck, extending from root of the tongue to the trachea and spanning between C3 and C6. So it is a part of respiratory tract and it has got several important functions. So the main functions are phonation, that is to speak, then the cough reflex and protection of the respiratory tract. So now we'll see the components of larynx. So the larynx is made up of skeletal framework of cartilages and the ligaments, membranes. Then these ligaments and membrane that connect the cartilages and make it into one, and the muscles. So the laryngeal membranes and ligaments support the cartilaginous skeleton of the larynx. So that is the main function of the membranes and ligaments. So first we will see the ligaments and membranes of the larynx. The membranes, ligaments and membranes are classified into two. The first class, that is the extrinsic ligaments and membrane. So the main function of these extrinsic ligaments and membrane are to attach the components of the larynx to external structures like hyoid and cricoid cartilage. So the main function of this is to connect these components of larynx to the external structures. Then the main function of the intrinsic ligaments and membrane are to hold the cartilages of the larynx together as one functional units internally. Now let us see what are the extrinsic ligaments and membrane. So you can see in this diagram also the extrinsic ligaments and membrane. The first one, that is the thyrohyoid membrane. So you can see the green one. The green one in this picture, that is the thyrohyoid membrane. Okay, and this it spans between the superior aspect of thyroid cartilage and the hyoid. Hyoid bone superior aspect of the thyroid cartilage. Thyroid cartilage ഉണ്ടല്ലോ നമ്മൾ ഇത് തൈറോയിഡ് കാർട്ടിലേജ് മനസ്സിലായല്ലോ. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് വരെയാണ് ഇത് ഹയോയിഡ് ബോൺ ആണ്, ഈ മേളിൽ കാണുന്ന ബോൺ മനസ്സിലായല്ലോ. ഈ തൈറോയിഡ് കാർട്ടിലേജ് ആണ് നമ്മൾ ഈ താഴെ തൈറോയിഡിൻ്റെ ഷേപ്പുള്ള ആ കാർട്ടിലേജ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, തൈറോഹയോയിഡ് മെംബ്രെയിൻ. അതുകൊണ്ടാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് തൈറോഹയോയിഡ് മെംബ്രെയിൻ. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് ദി മീഡിയൽ thyrohyoid membrane and ligament and that is the lateral thyrohyoid ligaments. So ഇതിലെ മീഡിയൽ എന്ന് പറയുന്നത് ആൻറ്റീരിയോ മീഡിയൽ തിക്കനിങ് ഓഫ് ദി മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ തിക്കൻഡ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് മീഡിയൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റ്. ഈ മെംബ്രെയിൻ തിക്കൻഡ് ആയിട്ട് രണ്ട് ലിഗമെൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തേതാണ് മീഡിയൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റും പിന്നെ രണ്ടാമത്തേതാണ് ലാറ്ററൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റും. അതായത് പോസ്റ്റീരിയോ ലാറ്ററൽ തിക്കനിങ് ഓഫ് ദി മെംബ്രെയിൻ. അപ്പോൾ മനസ്സിലായാലോ, ഇത് ഈ ഗ്രീൻ കളറിലുള്ളതാണ് എന്ത്, ദാറ്റ് ഈസ് ദി തൈറോഹയോയിഡ് മെംബ്രെയിൻ. ഇത് രണ്ടും തിക്കൻഡായിട്ട് രണ്ട് ലിഗമെൻ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലോ. ആ ലിഗമെൻസിൻ്റെ ഒരു പേരാണ് മീഡിയൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റ്. നമ്മൾ ഇത് നിങ്ങൾക്ക് ഇതിൽ കാണാം, ഈ പിക്ചറിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ലാറ്ററൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റ്. ഡു അണ്ടർസ്റ്റാൻഡ്? സോ മീഡിയൽ പാർട്ടിൽ കാണുന്ന ഇതാണ്, ലാറ്ററൽ പാർട്ടിൽ കാണുന്നതാണ് ഇത് ലാറ്ററൽ തൈറോഹയോയിഡ് ലിഗമെൻറ്റ് മനസ്സിലായില്ലേ. ഈ ലിഗമെൻറ്റ്സിലാണ്, ഈ മെംബ്രെയിനിലാണ് എന്തൊക്കെ എൻട്രി ചെയ്യുന്നത്, ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവും അത് സുപ്പീരിയർ ലാരിഞ്ചൽ ആർട്ടറിയും ഒക്കെ എൻട്രി ചെയ്യുന്നത് ഈ പച്ച കളറിലുള്ള ഈ തൈറോഹയോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലിഗമെൻറ്റ് എന്ന് പറയുന്നതാണ് ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെൻറ്റ്. It connects the hyoid bone to the anterior aspect of the epiglottis. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെൻറ്റ്. അതുകൊണ്ടാണ് അല്ലേ നമ്മളെല്ലാം ഈ കണക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ പേരുകൾ വന്നിരിക്കുന്നത്. ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് ദി ഹയോയിഡ് ബോൺ ടു ദി ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ദി എപ്പിഗ്ലോട്ടിസ് മനസ്സിലല്ല. അതാണ് ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലിഗമെൻ്റ് ആണ് ക്രിക്കോട്രക്കിയൽ ലിഗമെൻറ്റ്. കണക്ട്സ് ദി ക്രിക്കോയിഡ് കാർട്ടിലേജ് ടു ദി ട്രക്കിയ. കണ്ടോ, അതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ.
cricotracheal ligament എന്ന് പറഞ്ഞാൽ connects the cricoid cartilage to the trachea. നെക്സ്റ്റ് medial cricothyroid ligament, അതായത് ആൻറ്റീരിയോ മീഡിയൽ തിക്കനിങ് ഓഫ് ദി cricothyroid ligament ആൻഡ് കണക്റ്റിംഗ് ദി തൈറോയിഡ് ആൻഡ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ലിഗമെൻറ്റ്സ് ആണ് എന്ത്, ദീസ് ആർ ദി എക്സ്ട്രിൻസിക് ലിഗമെൻറ്റ്സ്. അതായത് മീൻസ് ലാരിങ്സിനെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റ്സും മെംബ്രെയിൻസും ഇത്രയാണുള്ളത്. അതിൽ ഒരു മെംബ്രെയിനും ബാക്കിയെല്ലാം ലിഗമെൻറ്റ്സുമാണ്. അതിൽ ഒരു മെംബ്രെയിൻ ഏതാണ്? തൈറോ ഹയോയിഡ് മെംബ്രെയിനാണ്. ലിഗമെൻറ്റ്സ് മീഡിയൽ തൈറോ ഹയോയിഡ് ലിഗമെൻറ്റ്, ലാറ്ററൽ തൈറോ ഹയോയിഡ് ലിഗമെൻറ്റ്. ഈ രണ്ട് ലിഗമെൻറ്റും ഈ തൈറോ ഹയോയിഡ് മെംബ്രെയിൻ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഹയോ എപ്പിഗ്ലോട്ടിക് ലിഗമെൻറ്റ്, ക്രിക്കോട്രക്കിയൽ ലിഗമെൻറ്റ് ആൻഡ് മീഡിയൽ cricothyroid ligament. Okay, that's all about the extrinsic ligaments. Now we will see the intrinsic ligaments and membranes. അതിലെ ഇൻട്രിൻസിക് ലിഗമെൻറ്റ്സ് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റും പിന്നെ അതുപോലെ തന്നെ ക്വാഡ്രാങ്കുലർ ലിഗമെൻറ്റും. ഇതിൽ ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റ് ഓൾറെഡി നമ്മൾ കണ്ടു അല്ലേ, എക്സ്ട്രിൻസിക് ഫംഗ്ഷനും ഉണ്ടായിരുന്നു. originate from the cricoid cartilage and extend superiorly where it terminates with a free means upper margin which form the vocal ligament. മനസ്സിലായല്ലോ? ഈ ക്രിക്കോതൈറോയിഡ് ലിഗമെൻ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? വോക്കൽ ലിഗമെൻ്റ് ആയിട്ട് മാറും. Then additionally and it is attached anteriorly to the thyroid cartilage and posteriorly to the means arytenoid cartilage. So ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഏതാണ് മീൻസ് എന്താണ് ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ കാണുന്നതാണ് ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റ്. ഓക്കെ, ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ല? അതിൻ്റെ നമ്മൾ എങ്ങനെയായിട്ടത് ഫോം ചെയ്യുന്നു? ദാറ്റ് ഈസ് നമുക്ക് വോക്കൽ ലിഗമെൻ്റ് ആയിട്ട് പോകും. നെക്സ്റ്റ് ആണ് കാഡ്രാങ്കുലർ ലിഗമെൻറ്റ്. ഈ ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് കാഡ്രാങ്കുലർ ലിഗമെൻറ്റ്. ഓക്കെ, ഇറ്റ് സ്പാൻസ് ബിറ്റ്വീൻ ദി means anterior lateral arytenoid cartilage and the lateral aspect of the epiglottis. ഇതാണ് മീൻസ് ആൻറ്റീരിയർ ലാറ്ററൽ അരിറ്റനോയിഡ് കാർട്ടിലേജ് മുതൽ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദി എപ്പിഗ്ലോട്ടിസ് വരെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീ അപ്പർ ബോർഡർ ഈസ് കവേർഡ് ബൈ ദി അരി എപ്പിഗ്ലോട്ടിക് ഫോൾട്ട് ആൻഡ് ദ ലോവർ മാർജിൻ ഈസ് തിക്കൻ ടു ബിക്കം ദി വെസ്റ്റിബുലാർ ലിഗമെൻറ്റ്. ഇത് വെസ്റ്റിബുലാർ ലിഗമെൻറ്റുമായിട്ട് മാറും. അതുപോലെ തന്നെ മീൻസ് ക്വാഡ്രാങ്കുലർ ലിഗമെൻറ്റ് ഇറ്റ് ബിക്കംസ് ആസ് ദി വെസ്റ്റിബുലാർ ലിഗമെൻറ്റ് ആൻഡ് ക്രിക്കോതൈറോയിഡ് ലിഗമെൻറ്റ് ഇറ്റ് ബിക്കംസ് ആസ് ദി arytenoid ligament, as the vocal ligament. That's all about the intrinsic ligaments and membranes. So next is the laryngeal fold. ഈ ലാരിങ്സിന് പ്രധാനമായിട്ട് രണ്ട് ഫോൾഡുകളാണുള്ളത്. ഒന്ന് വോക്കൽ ഫോൾഡ്, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ട്രൂ വോക്കൽ കോഡ്. മനസ്സിലായല്ലോ? ദെൻ ദ വെസ്റ്റിബുലാർ ഫോൾഡ്, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഫാൾസ് വോക്കൽ കോഡ്. മനസ്സിലായി? രണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ദ ട്രൂ വോക്കൽ ഫോൾഡും മനസ്സിലായല്ലോ? ഇത് വോക്കൽ ഫോൾഡ് എന്ന് പറയുന്നതാണ് ഈ മഞ്ഞ കളറിലുള്ളതാണ് ട്രൂ വോക്കൽ കോഡ്. പിന്നെ വെസ്റ്റിബുലാർ ഫോൾഡ് എന്ന് പറയുന്നത് ഈ മീൻസ് റെഡ് കളറിലുള്ളതാണ് അല്ലേ, ബ്രൗൺ കളറിലുള്ളതാണ് വെസ്റ്റിബുലാർ ഫോൾഡ്. അതിന് നമ്മൾ പറയുന്നത് ഫാൾസ് വോക്കൽ കോഡാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്ട്രക്ചർ നമുക്ക് കാണാം, റിമാഗ്ലോട്ടിസിൻ്റെ ഇടയ്ക്കുള്ള സ്ട്രക്ചറാണ് റിമാഗ്ലോട്ടിസ്. ഇതിൻ്റെ മുകളിലാണ് എപ്പിഗ്ലോട്ടിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നോക്കാം ഇതെന്താണെന്ന്. ഇത് ട്രൂ മീൻസ് ഇത് വോക്കൽ ഫോൾഡ് അത് മോർ ഇമ്പോർട്ടൻറ്റ്, കാരണം അത് ട്രൂ വോക്കൽ കോഡാണ്. മനസ്സിലായല്ലോ? അത് രണ്ട് സെറ്റുണ്ട് അല്ലേ, രണ്ട് സൈഡിലും ഉണ്ട് ഈ മഞ്ഞ കളറിലുള്ളത്. പിന്നെ ഇത് ബ്ലഡ് സപ്ലൈ ഒന്നുമില്ല, വാസ്കുലറാണ്. അത് യൂഷ്വലി വൈറ്റ് ഇൻ കളറാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് റിമാഗ്ലോട്ടിസ്. ഇടയ്ക്കുള്ള സ്പേസ് കണ്ടില്ലേ, അതിന് പറയുന്ന പേരാണ് ഗ്ലിമാഗ്ലോട്ടിഡിസ്. നെക്സ്റ്റ് ഫോൾസ് വോക്കൽ കോഡ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ഫോൾഡ് മീൻസ് ലൈ സുപ്പീരിയർലി ടു ദി ട്രൂ വോക്കൽ ഫോൾഡ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് ബ്രൗൺ കളറിലുള്ളതാണ്. പിന്നെ അതിനും രണ്ടെണ്ണം ഉണ്ട്. ദേ കൺസിസ്റ്റ് ഓഫ് എ വെസ്റ്റിബുലാർ ലിഗമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഫ്രീ ബോർഡറിൽ വെസ്റ്റിബുലാർ ലിഗമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഫ്രീ ലോവർ ബോർഡർ ഓഫ് ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞായിരുന്നു. ക്വാഡ്രാങ്കുലർ മെംബ്രെയിന് ആണ് വെസ്റ്റിബുലാർ മീൻസ് ലിഗമെൻ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ എ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് പിങ്ക് ഇൻ കളർ. ദേ ആർ ദ ഫിക്സഡ് ഫോൾഡ്സ് ആണ് ആൻഡ് വിച്ച് ആക്ട് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ദി ലാരിങ്സ്. ലാരിങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? ഈ വെസ്റ്റിബുലാർ ഫോൾഡിൻ്റെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. ദാറ്റ് ഈസ് അബൌട്ട് ദി ലാരിഞ്ചൽ ഫോൾഡ്സ്. അപ്പോൾ രണ്ട് ഫോൾഡ് ഉണ്ട്, ഒന്ന് വോക്കൽ
ഫോൾഡ് അല്ലെങ്കിൽ ട്രൂ വോക്കൽ കോൾഡ്, അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ദ വെസ്റ്റിബുലാർ ഫോൾഡ് അല്ലെങ്കിൽ ഫോൾസ് വോക്കൽ കോഡ്സ്. Now already we have seen the ligaments and membranes. Now we will see about the muscles of the larynx. ഈ മസിൽസ് രണ്ട് തരത്തിലുള്ള എക്സ്റ്റേണൽ മസിൽസ് അല്ലേ എക്സ്ട്രിൻസിക് മസിൽസും, ഇൻറ്റേർണൽ മസിൽസ് അല്ലേ ഇൻട്രിൻസിക് മസിൽസും. മനസ്സിലായല്ലോ? ഇത് എക്സ്ട്രിൻസിക് മസിൽസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മീൻസ് 3 ഗ്രൂപ്പുണ്ട്. അതായത് സുപ്രോ ഹയോയിഡ് ആൻഡ് ഇൻഫ്രാ ഹയോയിഡ് ഗ്രൂപ്പ്സ് ആൻഡ് ദി സ്റ്റൈലോ ഫാരിഞ്ചസ്. 3 ഗ്രൂപ്പാണ്. സുപ്രോ ഹയോയിഡ്, ഇൻഫ്രാ ഹയോയിഡ് ആൻഡ് ദി സ്റ്റൈലോ ഫാരിഞ്ചസ്. അത് ഒരു മീൻസ് മസിൽസ് ഓഫ് ദി ഫാരിൻസിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സൈലോ ഫാരിഞ്ചസ്. ഇപ്പോൾ സുപ്രോ ഹയോയിഡ്, ഇൻഫ്രാ ഹയോയിഡ് ആൻഡ് സ്റ്റൈലോ ഫാരിഞ്ചസ്. മനസ്സിലായി? ഇതാണ് ഇതിൻ്റെ എല്ലാം ഈ മസിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രിൻസിക് മസിൽസിനെ കുറിച്ച് കാണാം. അപ്പോൾ നമ്മൾ എക്സ്ട്രിൻസിക് മസിൽസ് ഏതാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇൻട്രിൻസിക് മസിൽസാണ്. അതാണ് കൂടുതലും. നമുക്ക് ഓൾമോസ്റ്റ് 9 ഇൻട്രിൻസിക് മസിൽസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് ലിസ്റ്റ് ഡൗൺ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അത് ഫസ്റ്റ് ഇൻട്രിൻസിക് മസിലാണ് ക്രിക്കോ തൈറോയിഡ് മസിൽ. അതാണ് മീൻസ് ക്രിക്കോ തൈറോയിഡ് മസിൽ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ 2 ഈ ഏറ്റവും ലോവറിലായിട്ട് റെഡ് കളറിലുള്ള ഈ 2 നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്രിക്കോ തൈറോയിഡ് മസിൽ. മനസ്സിലായി? ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെച്ചസ് ആൻഡ് ടെൻസസ് ദി വോക്കൽ ലിഗമെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ഫോഴ്സ്ഫുൾ സ്പീച്ച്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ദി ഫോഴ്സ്ഫുൾ സ്പീച്ച്. So that's about the cricothyroid muscle. The next muscle, it is the thyroarytenoid muscle. So next is the thyroarytenoid muscle. You can see in the top. So this is thyroarytenoid muscle. Top you can see the red one. ഈ 2 റെഡ് വൺ ഉണ്ട്. അതിൽ ഈ ഏറ്റവും മേളിൽ നിന്നുള്ള രണ്ടാമത്തേതാണ് തൈറോഅരിറ്റനോയിഡ് മസിൽ. മനസ്സിലായില്ലേ? ഏറ്റവും ലോവറിലുള്ളതാണ് തൈറോഅരിറ്റനോയിഡ് മസിൽ. മനസ്സിലായില്ലേ? തൈറോഅരിറ്റനോയിഡ് മസിൽ. സോ ഇതിന് എൻ്റെ പ്രധാന ആക്ഷൻ എന്ന് പറയുന്നത് ടു റിലാക്സ് ദി വോക്കൽ ലിഗമെൻറ്റ് ആൻഡ് അലോവിങ് ഫോർ എ സോഫ്റ്റ് വോയിസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പതുക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സോഫ്റ്റായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് തൈറോഅരിറ്റനോയിഡ് മസിൽ. മനസ്സിലായില്ല? ഇനി നെക്സ്റ്റ് മസിലാണ്, തേർഡ് മസിലാണ് പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. നെക്സ്റ്റ് ആണ് പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. ഉണ്ടോ? ഈ പോസ്റ്റീരിയർ പാർട്ടിൽ ഈ റെഡ് കളർ, റെഡ് കളറാണ് പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. ഈ റെഡ് കളറിലുള്ളതാണ് പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. സോ ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് അബ്ഡക്റ്റേഴ്സാണ്. വോക്കൽ ബോർഡിനെ അബ്ഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് എവേ. മനസ്സിലായല്ലോ? മൂവിങ് എവേ ആണ്. അപ്പം അത് അകറ്റുക, അകത്താണ് ഫോൾഡ്. ആൻഡ് ദാറ്റ്സ് ദ ഓൺലി മസിൽ കേപ്പബിൾ ഓഫ് വൈഡനിങ് ദി റിമാഗ്ലോട്ടിസ്. റിമാഗ്ലോട്ടിസ് നമ്മൾ കണ്ടായിരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള 2 വോക്കൽ കോഡിൻ്റെയും ട്രൂ വോക്കൽ കോഡിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിന് പറയുന്ന പേരാണ് റിമാഗ്ലോട്ടിസ്. ആ റിമാഗ്ലോട്ടിസിനെ ഇത് മീൻസ് അകറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. മനസ്സിലായല്ലേ? അപ്പം അതാണ് മൂന്നാമത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. ഇപ്പം നമ്മൾ പോസ്റ്റീരിയർ കണ്ടു. അടുത്തത് നമുക്ക് കാണാനുള്ളത് ലാറ്ററലായിട്ടുള്ള ക്രിക്കോ അരിറ്റനോയിഡ് മസിലാണ്. പിന്നെ അത് കാണാം. മനസ്സിലായല്ലോ? ഇതാണ് ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. കേട്ടോ? ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ, ലാറ്ററൽ സൈഡിലുള്ള ഈ മസിൽസ്. ഈ 2 റെഡ് നമ്മൾ കണ്ടില്ലായിരുന്നോ? മനസ്സിലായല്ലോ? ക്രിക്കോ തൈറോയിഡ് മസിൽ കണ്ടില്ലേ? അതിൻ്റെ ജസ്റ്റ് മേളിലായിട്ട് കാണുന്ന മസിലിനെയാണ് എന്താണ്? ആ റെഡ് കളറിലെയാണ് അത് ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽസ്. പിന്നെ ഇതാണ് പ്രധാനമായിട്ടുള്ള അഡക്റ്റേഴ്സ്. അഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വോക്കൽ ഹോൾഡിനെ നമ്മൾ അടയ്ക്കാൻ വേണ്ടിയുള്ളത്. അതായത് റിമാഗ്ലോട്ടിസിനെ നാരോ ചെയ്യുക. മനസ്സിലായി? റിമാഗ്ലോട്ടിസിനെ അടയ്ക്കുന്നതാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് 5ാമത്തെ മസിലാണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ഒബ്ലിക് അരിറ്റനോയിഡ്. 5ാമത്തെ 6ാമത്തെ ട്രാൻസ്വേഴ്സ് ആൻഡ് ഒബ്ലിക് അരിറ്റനോയിഡ്.
അപ്പോൾ ട്രാൻസ്വേഴ്സ് അരിറ്റനോയിഡും ഉണ്ട്, ഒബ്ലിക് അരിറ്റനോയിഡും ഉണ്ട്. മനസ്സിലായല്ലോ? ഈ ഒബ്ലിക് അരിറ്റനോയിഡാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. മനസ്സിലായില്ലേ? ഈ പോസ്റ്റീരിയർ ക്രിക്കോ അരിറ്റനോയിഡ് മസിൽസിൻ്റെ നേരെ മേളിലുള്ളതായിട്ടുള്ളതാണ് ട്രാൻസ്വേഴ്സ് അരിറ്റനോയിഡ്. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് ഒരു ചെറിയ പൊട്ട് പോലെ കാണാൻ മേലെ, അതാണ് അതിൻ്റെ മേളിൽ കാണുന്ന ഇച്ചിരി വലുതായിട്ടുള്ളതാണ് ഒബ്ലിക് അരിറ്റനോയിഡ് മസിൽ. ട്രാൻസ്വേഴ്സും ഒബ്ലിക്കും ഇത് രണ്ടും ഈ സൈഡിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായി? ട്രാൻസ്വേഴ്സ് അരിറ്റനോയിഡ് മസിൽ ആൻഡ് ഒബ്ലിക് അരിറ്റനോയിഡ് മസിൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡക്ട് ദി അരിറ്റനോയിഡ് കാർട്ടിലേജ്, അതായത് ക്ലോസ് ചെയ്യാനായിട്ട്, റിമാഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യാനായിട്ടാണ് ഇത്. അപ്പോൾ ലാറ്ററൽ ക്രിക്കോ അരിറ്റനോയിഡ് മസിലും ട്രാൻസ്വേഴ്സ് ക്രിക്കോ അരിറ്റനോയിഡ് മസിൽ, ഒബ്ലിക് മസിൽ അരിറ്റനോയിഡ്സ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? റിമോഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യാനായിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മസിലാണ് വോക്കാലിസ് മസിൽ. ഓക്കെ, വോക്കൽ മസിൽ നമുക്ക് ഈ പിക്ചറിൽ കാണാം. വോക്കൽ മസിൽ കാണാവുന്നതാണ്. മനസ്സിലായല്ലോ? ഈ റെഡ് കളറിലുള്ള ഈ പാരലായിട്ടുള്ള മസിലാണ്. അതായത് നമ്മുടെ വെസ്റ്റിബുലർ മീൻസ് എന്താണ്, തൈറോ അരിറ്റനോയിഡ് മസിലിൻ്റെ താഴെ കാണുന്ന റെഡ് കളറിലുള്ള ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണുന്ന ആ മസിലിന് വരുന്നതാണ് വോക്കാലിസ് മസിൽ അല്ലെങ്കിൽ വോക്കൽ മസിൽ. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെൻസിങ് ദി ആൻറ്റീരിയർ വോക്കൽ ലിഗമെൻറ്റ് ആൻഡ് റിലാക്സിങ് ദി പോസ്റ്റീരിയർ വോക്കൽ ലിഗമെൻറ്റ്. അപ്പം ആൻറ്റീരിയർ വോക്കൽ ലിഗമെൻറ്റിനെ ടെൻസ് ചെയ്യുക, വലിപ്പിക്കുക, അതുപോലെ തന്നെ പോസ്റ്റീരിയർ വോക്കൽ ലിഗമെൻറ്റിനെ റിലാക്സ് ചെയ്യുക, അതാണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ് ദാറ്റ് ഈസ് ദി അരി എപ്പിഗ്ലോട്ടിക് മസിൽ. മനസ്സിലായി? അരി എപ്പിഗ്ലോട്ടിക് മസിലാണ്. ഇത് അഡക്ട്സ് ദി അരിറ്റനോയിഡ് കാർട്ടിലേജ് ആൻഡ് ആക്ട്സ് ആസ് എ സ്പിങ്ചർ ഓഫ് ലാരിഞ്ചൽ ഇൻലെറ്റ്സ്. അരി എപ്പിഗ്ലോട്ടിക് മസിൽ. ഇതാണ് നമുക്കിതിൻ്റെ അകത്ത് കാണാം. മനസ്സിലായില്ലേ? ഈ വലിയ ഒരു ലിഗമെൻ്റ് ഇല്ലായിരുന്നോ നമ്മൾ ഈ സൈഡിൽ കണ്ടത്, അതായത് തൈറോ എപ്പിഗ്ലോട്ടിക് മസിൽ. അതിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് കാണുന്ന അതിൻ്റെ ഈ ലാറ്ററൽ എൻഡിൽ കാണുന്നതാണ് അരി എപ്പിഗ്ലോട്ടിക് മസിൽ. മനസ്സിലായല്ലോ? ഇത് അഡക്ട്സ് ദി അരിറ്റനോയിഡ് കാർട്ടിലേജ്. അരിറ്റനോയിഡ് കാർട്ടിലേജിനെ അടയ്ക്കാനായിട്ട്, ചുരുക്കാനായിട്ടും ആൻഡ് ആക്ട് ആസ് എ സ്പിങ്ക്റ്റർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലാരിഞ്ചൽ ഇൻലെറ്റിൻ്റെ ഒരു സ്പിങ്ക്റ്റർ ആയിട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ എൻട്രി അല്ലേ, എൻട്രി ആകുമ്പോൾ സ്പിങ്ക്റ്റർ ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യാൻ പറ്റും. ഇനി തൈറോ എപ്പിഗ്ലോട്ടിക് മസിൽ, ഇറ്റ് വൈഡൻസ് ദി ലാരിഞ്ചൽ ഇൻലെറ്റ്സ്. തൈറോ എപ്പിഗ്ലോട്ടിക് മസിൽ അത് കഴിഞ്ഞ ശേഷമാണ് കാണുന്നത് അല്ലേ, ഈ വലിയത്. അതാണ് തൈറോ എപ്പിഗ്ലോട്ടിക് മസിൽ. അത് ഈ ലാരിഞ്ചൽ ഇൻലെറ്റിനെ വൈഡൻ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 9 ഇൻട്രിൻസിക് മസിൽസാണ് ഇതിന് ഉള്ളത്. ഓക്കെ, 9 ആയിട്ടുള്ള ഇൻട്രിൻസിക് മസിൽസാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് ക്രിക്കോ തൈറോയിഡ് മസിൽ. അത് ഇറ്റ് സ്ട്രെച്ചസ് ആൻഡ് ടെൻസസ് ദി വോക്കൽ ലിഗമെൻറ്റ് ആൻഡ് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ഫോഴ്സ്ഫുൾ സ്പീച്ച്. ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ദി തൈറോ അരിറ്റനോയിഡ് മസിൽ. ഇറ്റ് ആക്ട്സ് ടു റിലാക്സ് ദി വോക്കൽ ലിഗമെൻറ്റ് ആൻഡ് അലോവിങ് ഫോർ എ softer voice. And the posterior cricothyroid muscles, adana that is the abductors of the vocal folds, and thus the only muscle capable of widening the rimaglottis. And fourth one, that is the lateral cricoarytenoid muscles, the major adductors of the vocal folds, and this narrows the rimaglottis and thus the modulating the tone and volume of speech. And the transverse and oblique arytenoids muscles adduct the arytenoid cartilages, closing the posterior portion of the rimaglottis, and this narrows the laryngeal inlet. Next, the vocalis muscle, it acts by tensing the anterior vocal ligament and relaxing the posterior vocal ligament. And next, Ari epiglottic muscle, that is the muscle that adducts the arytenoid cartilages and acts as a sphincter on laryngeal inlet. And the thyroepiglottic muscle, it widens the laryngeal inlet. Now we will see about the nerve supply. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് nerves സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനാണ് ലാരിങ്സ്. ഈ നെർവിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി വിൽ ഹാവ് ലോസ് ഓഫ് സ്പീച്ച്. നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള നെർവ്സിൻ്റെ അകത്തുണ്ട്, സെൻസറി നെർവ്സും മോട്ടോർ നെർവ്സും. മനസ്സിലായല്ലോ? ഇനി സെൻസറി നെർവ്സ് എബോവ് ദി വോക്കൽ കോഡ്സിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന സെൻസറി നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവാണ്. ആൻഡ് ഇത് എന്താണ്? ഒരു സുപ്പീരിയർ ലാരിഞ്ചൽ ഓഫ് ദി വേഗസ് നെർവിൻ്റെ ഒരു ബ്രാഞ്ചാണത്. മനസ്സിലായത്? ഇനി ബിലോ ദി വോക്കൽ കോഡിൽ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ്. ഇത് വേഗസ് നെർവിൻ്റെ വേറൊരു ബ്രാഞ്ചാണ്. മനസ്സിലായല്ലോ? ഇനി മോട്ടോർ നെർവ്, അതായത് നമുക്ക് മൂവ്മെൻറ്റിന് ഈ മസിൽസിനെ മൂവ് ചെയ്യാനായിട്ട് ഓൾ ഇൻട്രിൻസിക് മസിൽസ് ആർ സപ്ലൈഡ് ബൈ ദി റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് എക്സെപ്റ്റ് ദി ക്രിക്കോതൈറോയിഡ്. ഇത് ക്രിക്കോതൈറോയിഡ്സ്
It is supplied by the external laryngeal or superior laryngeal of the vagus. That is about the means the nerve supply of larynx. Okay, that's all.